Hello, good afternoon. Assalamu alaikum. Good afternoon. Walaikum assalam rahmatullah. വലൈക്കും അസ്സലാം. Alaikum assalam. ക്ഷീണം ഉണ്ടല്ലോ സബീർ സാറിന്റെ നോമ്പിന്റെ. ഉം. ഇന്ന് സ്റ്റാർട്ടിംഗ് അല്ലേ? അതെ അതെ അതെ. ഞാൻ ഇന്ന് ആ, ആ, ചെയ്ത വീഡിയോ എല്ലാവരിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാനേ ഇപ്പോഴേ പറ്റിയിട്ടുള്ളൂ. ഇനി നാളേക്ക് ആളുകൾ കയറുമായിരിക്കും. പക്ഷെ ഇറ്റ്സ് ഓക്കെ, വരുന്നവർ വരട്ടെ. അപ്പൊ വീഡിയോയിൽ നമുക്ക് ഈ പോസ്റ്ററിൽ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം വെച്ചാൽ പോസ്റ്ററിൽ എല്ലാവർക്കും മനസ്സിലാവത്തില്ല ഇതാണ് സംഭവം എന്ന്. കാരണം ഒരു സാധാരണ റംസാൻ പോസ്റ്റർ പോലെ പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് ആ, ഇതിന് നമുക്ക് എന്താ പറയേണ്ടത്, ഇതിന് കയറാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ ഇത് കയറാൻ ഡിസർവിങ് ആയിട്ടുള്ള, ഇതിലൂടെ ലൈഫ് മാറണമെന്ന്, നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് മാറണമെന്നുള്ള, എനിക്ക് ആ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുള്ളവരെല്ലാവരും കയറും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ദോസ് ഹു ആർ ഹിയർ റൈറ്റ് നൗ. അപ്പം നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്ന് നോക്കാം, ആരെങ്കിലും കയറുന്നുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് സെഷനിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ഫസ്റ്റ് നോമ്പിന്റെ എക്സ്പീരിയൻസ്? ആദ്യം ഇന്ന് നോമ്പ് പിടിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ ആദ്യത്തെ നോമ്പിന്റെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് നമ്മുടെ നോർമൽ റുട്ടീനിൽ നിന്ന് ഒന്ന് മാറുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ആ സമയത്ത് ഒരു ഡൈജസ്റ്റീവ് എൻസൈം നമ്മുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു ബയോളജിക്കൽ ക്ലോക്കിന് ഒരു ചേഞ്ച് വരുന്നതിന്റെ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി യൂസ് ടു ആണ്. അതുകൊണ്ട് നമ്മൾ നിയത്ത് വെച്ചപ്പോ തന്നെ നമ്മുടെ ക്ലോക്കിനോട് തന്നെ പറഞ്ഞു ഫുഡൊന്നും കിട്ടൂല എന്ന്. അപ്പൊ അത് അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് സോഫാർ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ക്ഷീണം, കാര്യം ഇവിടെ നല്ല ചൂടാ, നല്ല വെയിലാ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് നമ്മൾ പുറത്തു പോകുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അതർവൈസ് ഇറ്റ്സ് ഫൈൻ. ഓക്കെ ഓക്കെ, നമുക്ക് അന്ന് സെഷനിലേക്ക് പോകാം. ഇന്ന് നമ്മള് ആക്ച്വലി ഇന്ന് ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇന്നാണ് നമ്മളുടെ ഇന്റൻഷൻ, നിയത്ത്. ഈ 29 ഓർ 30 ഡേയ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന, അതിന് ആ ഒരു നമ്മൾ നോർമലി പറയുന്ന, അതിന് വേണ്ടി നമ്മൾ നിയത്ത് ചെയ്യുന്ന, അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ രേഷ്മയെ കോഹോസ്റ്റ് ആക്കുന്നുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ പിന്നെ അവരെ ഉള്ളിലേക്ക് അകത്താക്കുക, അകത്തേക്ക് കയറ്റി വിടുക. ഓക്കെ, സോ ഡേ ഫസ്റ്റ് നമ്മൾ വി ആർ മൂവിങ് ഇൻ ടു ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഫസ്റ്റ് സീക്രട്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഇന്റൻഷൻ ഓർ നിയത്ത് ഫോർ റംസാൻ. ഇത് നോമ്പിന്റെ നിയത്തല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇനി നോമ്പിന്റെ നിയത്ത് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഇതാണ്. നോമ്പിന് നമ്മൾ എടുക്കുന്ന ഇന്റൻഷൻ, നിയത്ത്, നോമ്പല്ലാത്ത സമയത്ത് നോമ്പോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നോമ്പ് ഇതായി പോകും, അങ്ങനെയൊന്നും സംഭവിക്കുക. അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണ്. കാരണം അത് പറഞ്ഞു, ആ ഒരു നിയത്ത് എന്ന് പറയുന്നത് നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അറിയാതെയൊക്കെ പറഞ്ഞു പോയത് കൊണ്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ ആളുകൾ, അതായത് പണ്ടുള്ള മുസ്ലിയാക്കന്മാര് അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ഉള്ള മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്നതാണ്. അതിനകത്ത് സയന്റിഫിക് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ആ നിയത്തല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കണം ഈ 30 ഡേയ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇന്റൻഷൻ റിയലി ഈസ്. എന്താണ് ഈ നിയത്ത് അല്ലെങ്കിൽ ഇന്റൻഷൻ എന്ന് പറയുന്നത്? ഇസ്ലാമിലെ നിയത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് എവറി ആക്ഷൻ. എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാമിൽ കൃത്യമായ നിയത്ത് പറയുന്നുണ്ട്. നിയത്ത് അത്യാവശ്യമാണ്. ഏത് പ്രൊസീജിയർ എടുത്താലും നിയത്ത് പറയും. ഒന്നു എടുത്താലും, അതായത് നമസ്കാരത്തിന്റെ ശുദ്ധി വരുത്തുന്നതിലും നിയത്തുണ്ട്. അതുപോലെ നമ്മൾ നമസ്കാരത്തിന് നിയത്തുണ്ട്. ഏതിനും ആ ഇന്റൻഷൻ ഉണ്ട്. ഇസ്ലാം ഏത് കാര്യത്തിനും, വിവാഹം കഴിക്കുന്നതിന് നിയത്തുണ്ട്, വിവാഹം ഒഴിവാകുന്നതിന് നിയത്തുണ്ട്, ഏതിലേക്കും ഒരു സ്ത്രീ പുരുഷ ജീവിതം തുടങ്ങുന്നതിന് നിയത്തുണ്ട്, ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ അതിന് നിയത്തുണ്ട്. എവ്രിവെയർ ദർ ഈസ് നിയത്ത്. പക്ഷെ നമ്മൾ ആരും അത് അവെയർ ആകുന്നില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് മച്ച് പവർ ഇന്റൻഷൻ ഈസ്. അപ്പൊ അത്ര ഇന്റൻഷൻ, പ്യോർ ആയിട്ട് ഇന്റൻഷന് വേണ്ടിയിട്ട് കോർ ആ ഒരു ഇന്റൻഷനിൽ കണക്ട് ചെയ്ത് പറയുന്ന, എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും റിയൽ ഇത്രയും എല്ലാ സ്റ്റെപ്സിലും ഇന്റൻഷൻ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നിയത്ത് പ്യൂർ ആണെങ്കിൽ എൻ്റെ യൂണിവേഴ്സ് നടത്തി തരാൻ സപ്പോർട്ട് ചെയ്യുന്നു പറയുമല്ലോ.
ഇപ്പൊ അതെ നമ്മൾ ഹജ്ജിന് ഉംറയ്ക്കൊക്കെ 100% പോകുന്നത് നമ്മുടെ 100% കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും നീയത്ത് വെച്ച് കൊണ്ടുപോയി നടക്കും അപ്പൊ എല്ലാ നടക്കും. കാര്യങ്ങളും നടക്കും. ഓഫ് കോഴ്സ് നടക്കും. അവിടെ ആ ഇന്റൻഷൻ പ്യുവർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നടന്നിരിക്കും. അപ്പം മറ്റുള്ളവർക്കും കൂടി ഞാൻ പറയണേ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ഇന്റൻഷൻ പ്യുവർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ, ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ, അത് മറ്റുള്ളവർക്കും കൂടിയാണ് ഞാൻ പറയുന്നത്. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇന്റൻഷൻ എടുക്കുക, അല്ലെങ്കിൽ ഇന്റൻഷൻ സെറ്റ് ചെയ്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കുക. ദെൻ പ്രോഫിറ്റ് മുഹമ്മദ് പിന്നെ ഒരു ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് ബൈ ഇന്റൻഷൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ഇന്റൻഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം നന്മ മരങ്ങളുണ്ട്. ഈ നന്മ മരങ്ങൾ നന്മ ചെയ്യുന്നവരുടെ ഇന്റൻഷൻ എന്താണ്, അതിനാണ് പ്രതിഫലം. ഇത്രയും പേർക്ക് കാശ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് ആ കാര്യമില്ല. അതിൻ്റെ പിന്നിലുള്ള പുറകിലുള്ള ഇന്റൻഷൻ എന്താണ്, ആ ഇന്റൻഷനാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അവിടെ നമ്മളെ ഇന്റൻഷൻ പ്യുവർ ആയിരിക്കണം. ആ ഇന്റൻഷൻ പ്യുവർ ആണെങ്കിൽ പ്രവൃത്തി ഒരു പക്ഷേ അപ്പുറത്തേക്ക് നാളെ ആ കറക്റ്റ് രീതിയിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾക്ക് ലോ ഓഫ് കോമ്പൻസേഷൻ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിയിരിക്കും. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് പോലും, നമ്മളൊരാളെ കൺസിഡർ ചെയ്യുന്നത് പോലും പ്യുവർ ഇന്റൻഷനിലാണെങ്കിൽ, ആള് നമ്മളെ ഹേറ്റ് ചെയ്തോട്ടെ, ഹേറ്റഡാണ് സംഭവിക്കുന്നത്, നമ്മുടെ റിവെഞ്ച് ചെയ്തോട്ടെ, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തോട്ടെ, മോശം പറഞ്ഞോട്ടെ, നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോ ഓഫ് കോമ്പൻസേഷൻ പ്രകാരം നമുക്കതിൽ കൂടുതൽ നന്മ കിട്ടും. നമ്മൾക്കതിൽ കൂടുതൽ നന്മ കിട്ടും എന്നുള്ളതാണ്. ഖുർആൻ പിന്നെ ഖുർആനിൽ എൻ്റെ ഫൗണ്ടേഷൻ തന്നെ അതായത് സേ ഇൻഡീഡ് മൈ പ്രെയർ, മൈ സാക്രിഫൈസ്, മൈ ലിവിങ് ആൻഡ് മൈ ഡൈയിങ് ആർ ഫോർ അള്ളാഹ് എന്നാണ് പറയുന്നത്. സുഹൃത്ത് ലാനിൽ പറയുന്നതാണ്, ഒരു 162 വാക്യം. ഇന്റൻഷൻ ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് ഐ വാണ്ട്. എനിക്ക് വേണ്ടത് എന്താണെന്നുള്ളതല്ല നമ്മുടെ നിയത്ത് എന്ന് പറയുന്നത്. വൈ ഐ ആം ഡൂയിങ് ദിസ്. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്. എല്ലാവരും നോമ്പ് പിടിക്കുന്നതുകൊണ്ട് പിടിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ നോമ്പാണോ എന്നൊക്കെ ആദ്യ ദിവസങ്ങളിൽ ചോദിക്കുക. അപ്പം ഞാൻ നോമ്പല്ലെന്ന് പറയണമല്ലോ. നോ, ഞാൻ എന്തിന് നോമ്പ് പിടിക്കണം, ആ ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഞാൻ എന്തിന് ഈ കാര്യം ചെയ്യണം. ഞാൻ ഇതിപ്പോൾ ഒത്തിരി കോച്ചുമാരുള്ളതുകൊണ്ട് ഞാൻ പറയണം, ഞാൻ എന്തിന് ഈ കോച്ചിങ് ചെയ്യണം, അത് നമുക്കുണ്ടായിരിക്കണം. ആ ഇന്റൻഷൻ, എനിക്ക് ഒരുപാട് പേരിലേക്ക് നന്മ എത്തണം, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ലൈഫിനെ മാറ്റണം എന്നതാണ് ഇന്റൻഷൻ എങ്കിൽ, ഗോഡ് വിൽ ഓൾവേസ് വിത്ത് യു. Yes, ma'am. അതിന് കറക്റ്റ് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. എന്നിപ്പം രാജി ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സമയം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും അതെ, എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. രാജി കൊടുക്കും മാം. പിന്നെ 4 ഡേയ്സില്, വീക്കിലി 4 ഡേയ്സില് ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കും. യെസ്, അത് കൊടുക്കുന്നതിന് പിന്നെ ഞാൻ എന്തിനാണ് വെച്ചപ്പോൾ രാജിക്ക് പ്യുവറായിട്ടൊരു ഇന്റൻഷൻ ഉണ്ട്. യെസ്, അല്ലാതെ ആളുകളെ കാണിക്കുക അല്ല, ആളുകൾ ഇത് കാണണം, അവരത് സോഷ്യൽ മീഡിയയിൽ ഇടണം, അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല. അങ്ങനെ ഒരു ഇന്റൻഷനേ ഇല്ല. അപ്പൊ അങ്ങനെ അതിന്റെ പിന്നിൽ നമുക്ക് എന്താണ്, ഹൂ ഐ വാണ്ട് ടു ബിക്കം, എനിക്ക് ആരായി മാറണം, അതവിടെ ഒരു ഇന്റൻഷൻ വേണം. എനിക്ക് കാശുണ്ടാക്കുന്ന കോച്ചാകണോ, ഒത്തിരി പേര് സന്തോഷവും സമാധാനവും ലൈഫിന്റെ ഡയറക്ഷനും ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ കഴിവുള്ള സപ്പോർട്ട് സിസ്റ്റവും എഫിക്കസിയും കൊടുക്കുന്ന കോച്ചാണ്. ഹൂ ഐ വാണ്ട് ടു ബിക്കം, ഞാൻ ആരായി മാറണം, അവിടെ ഒരു ഇന്റൻഷൻ ഉണ്ട്. വാട്ട് ഐ വാണ്ട് ടു പ്യൂരിഫൈഡ് വിത്തിൻ മീ, എൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ പ്യൂരിഫൈ ചെയ്യേണ്ടുന്നത്. പ്യൂരിഫൈ ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ 29 ഡേയ്സിൽ നമ്മൾ കംപ്ലീറ്റ് പ്യൂരിഫൈ ചെയ്തിരിക്കണം. നമ്മളുടെ ഗോളിൽ നിന്നും ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ മാറണം. ഐ വിൽ പ്രേ മോർ. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും. ഈ റംസാൻ അല്ലേ, ഈ റംസാൻ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം. ഞാൻ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കത്തില്ല. ഞാൻ കൂടുതൽ ഞാൻ പ്രേ ചെയ്യും. അങ്ങനെയല്ല, അത് ഇന്റൻഷൻ അല്ല. ഐ വിൽ കൺട്രോൾ മൈ ആങ്കർ. എൻ്റെ ആങ്കർ ഈ 30 ദിവസം ഇങ്ങനെ വീട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്നത് കേൾക്കാം, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുപ്പിക്കരുത്, ഞാൻ ഈ 30 ദിവസം ഇങ്ങനെ എൻ്റെ ആങ്കർ ഞാൻ കൺട്രോൾ ചെയ്തോട്ടെ. അത് ഇന്റൻഷൻ അല്ല. ഐ വിൽ റീഡ് ഖുർആൻ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും ഒരു കഥ മോദി തീർക്കുക. ദാറ്റ് മീൻസ് എ ഫുൾ ഖുർആൻ. വി നീഡ് ടു റീഡ് ഫുൾ ഖുർആൻ. 30 ദിവസമുള്ള ഖുർആൻ മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് നോട്ട് ആൻ ഇന്റൻഷൻ. ഇതൊന്നും ഇന്റൻഷൻ അല്ല. ഇന്റൻഷൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യണം. ഐ ആം ബിക്കമിങ് എ കാമർ സെർവന്റ് ഓഫ് അള്ളാഹ്. അള്ളാഹയുടെ വളരെ കാമായിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന
ഒരു സെർവൻ്റ് ആണ്, അള്ളാഹുടെ ഒരു സെർവൻ്റായി മാറണം എനിക്ക്. ഐ ആം ബിക്കമിങ് എ പേഴ്സൺ ഓഫ് പേഷ്യൻസ്. ഞാനൊരു സമാധാനത്തിൻ്റെ ഒരു വ്യക്തി, സമാധാനം കൊടുക്കുന്ന, നൽകുന്ന, സമാധാനത്തിൻ്റെ ഒരു വ്യക്തിയെ, സമാധാനത്തിൻ്റെ ഒരു വക്താവായി എനിക്ക് മാറണം. ഐ ആം റിട്ടേണിങ് ടു മൈ പ്യുവർ ഫെയ്ത്ത്, അല്ലെങ്കിൽ പ്യുവർ കോർ, അല്ലെങ്കിൽ പറയുന്ന പേര് ഫിത്ര എന്നാണ്. ആ പ്യുവർ കോർ, ഈമാൻ എന്ന് പറയുന്നതല്ലേ, ഈമാൻ. ഈമാൻ, അതിലേക്ക് എനിക്ക് എത്തണം. പ്യുവർ കോറിലേക്ക് എനിക്ക് റീച്ച് ചെയ്യണം. അതാണ് നമ്മുടെ റംസാൻ ഇൻറ്റൻഷൻ ഈസ് ആക്ച്വലി an ഐഡന്റിറ്റി റീസെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ആ വ്യക്തിയായി മാറണം. ഞാൻ ഇതൊക്കെ ചെയ്യും അല്ല, ഞാൻ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും നോമ്പ് വരെയല്ലേ, ഞാൻ 30 ജ്യൂസ് ഓതാം. പക്ഷെ അതിനേക്കാൾ നല്ലത് അങ്ങനെ പറയുന്നതല്ല നിയ്യത്ത് എന്ന് പറയുന്നത്. ഞാൻ ആ വ്യക്തിയായി മാറുക എന്നുള്ളതാണ് യഥാർത്ഥ നിയ്യത്ത് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റൻഷൻ, നിയ്യത്തില് നമുക്കൊരു സ്പിരിച്വൽ ഇന്റൻഷൻ തന്നെയാണ് ഈ നിയ്യത്തിലുള്ളത്. ഞാനും പടച്ചവനും സൃഷ്ടാവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം ഈ റംസാനിൽ, അതാണ് ആ ഒരു സ്പിരിച്വൽ ഇന്റൻഷനിൽ. അതാണ് ഇന്റൻഷൻ്റെ, നിയ്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഞാനും സൃഷ്ടാവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം? വെരി മച്ച് ക്ലോസർ ആകണോ, ലൈറ്റർ ആകണോ, മോർ സറണ്ടേർഡ് ആകണോ, മോർ ട്രസ്റ്റിംഗ് ആണോ? അത് അപ് ടു യു. ഞാനും എൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം ഞാൻ മോർ സറണ്ടേർഡ് ആകുന്നു, അല്ലെങ്കിൽ വെരി ക്ലോസർ ആകുന്നു, അല്ലെങ്കിൽ 100% ഫെയ്ത്തിലേക്ക് ഞാൻ എത്തുന്നു. അത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. രണ്ടാമത് ഇമോഷണൽ ക്ലീൻസിങ് ഇൻറ്റൻഷൻ അതിൻ്റെ കൂടെ വേണം. വാട്ട് ഇമോഷണൽ ബേർഡൻ ആം ഐ ഫാസ്റ്റിംഗ് ഫ്രം? ഞാൻ ഏത് ഇമോഷണലിലാണെന്ന് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത്? ലോകത്തോടുള്ള മൊത്തം ഉള്ള ആൾക്കാരോടുള്ള പുച്ഛവും നീരസവും ദേഷ്യവും എല്ലാത്തിനോടുമുള്ള ഒരു പകയും വെച്ചുകൊണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഐ ഫാസ്റ്റ് ഫ്രം എവിടെ നിന്നാണ് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത്? കമ്പാഷനിൽ നിന്നാണോ, സറണ്ടറിൽ നിന്നാണോ, ഫെയ്ത്തിൽ നിന്നാണോ, ലവിൽ നിന്നാണോ, ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നാണോ? ഏതിൽ നിന്നാണ്, ഏത് ഇമോഷനിലാണ് നിങ്ങൾക്ക് വേണ്ടത്? അത് നിങ്ങൾ എടുക്കണം. രണ്ടാമത്, ഒരിക്കലും റീസെൻമെന്റ്, കമ്പാരിസൺ, ഷെയിം, ആങ്കർ, ഗ്രഡ്ജിലൊന്നും നമ്മൾ ഇന്റൻഷൻ എടുക്കരുത്. ഞാൻ ഈ നോമ്പ് 30 ഞാൻ 100% സറണ്ടർ ആയിരിക്കും. ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് ആ ഇമോഷനാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് എന്ന് നിയത്ത് ചെയ്യാൻ കഴിയണം. ബിക്കോസ് റംസാൻ ഈസ് ഇമോഷണൽ ഡീടോക്സ് ടു. നമ്മൾ ഇമോഷണലി ഏറ്റവും നന്നായിട്ട് അത് നമ്മൾ മനസ്സിരുത്തി നിയത്ത് ചെയ്യുകയാണെങ്കിൽ ഇമോഷണലി ഡീടോക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മന്താണ് റംസാൻ മാസം എന്ന് പറയുന്നത്. സോ ദെൻ അടുത്തത് ലെയർ 3. ഒരു ഇൻറ്റൻഷൻ്റെ 4 ലെയർ ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ലെയറിലാണ് നമ്മൾ പറഞ്ഞത് ഒരു സ്പിരിച്വൽ ഇൻറ്റൻഷൻ്റെ കൂടെയുണ്ട് 2 ഇമോഷണൽ ക്ലെൻസിങ് വേണം. ഏത് ഇമോഷനാണ് ഞാൻ കണ്ടിന്യൂസ് ഇപ്പോൾ 30 ദിവസവും ഹോൾഡ് ചെയ്യുന്ന ലൈഫ് ലോങ്. ദെൻ ക്യാരക്ടർ ഇൻറ്റൻഷൻ മൂന്നാമത്തത്. നമുക്ക് പലപ്പോഴും നമ്മളുടെ ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് പല ട്രെയ്റ്റ് നമ്മൾ എംബോഡി ചെയ്യും. പക്ഷെ ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കണം. ഒന്നിൽ സബർ എന്ന് വെച്ചാൽ പേഷ്യൻസ് ആയിരിക്കണം. റംസാനിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും എനിക്ക് അവകാശമുണ്ട്. എനിക്ക് ഭക്ഷണം എനിക്ക് പതുക്കെ മതി. അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് സൃഷ്ടാവിനോടുള്ള എൻ്റെ സ്നേഹം, നന്ദി. എനിക്ക് വെള്ളം ഇപ്പം എനിക്ക് വേണ്ട, എനിക്കതിൽ പേഷ്യൻസ് ഉണ്ട്. എനിക്ക് സൃഷ്ടാവിനോടുള്ള സ്നേഹം, എല്ലാം ഈ സൃഷ്ടാവിനോടുള്ള സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിൻ്റെ അപ്പുറത്താണ് ബാക്കിയുള്ള എല്ലാം. ആ രീതിയിൽ നമ്മളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം. ആ ഇൻറ്റൻഷനിൽ അത് വരണം. ദെൻ പേഷ്യൻസ് വരാം, ഗ്രാറ്റിറ്റ്യൂഡ് വരാം, കമ്പാഷൻ വരാം, റഹ്മത്ത്, തവക്കൽ. യാ അല്ലാ തവക്കൽ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രസ്റ്റ് എടുക്കാം, കമ്പാഷൻ എടുക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കാം, പേഷ്യൻസ്. അത് നിങ്ങളുടെ ക്യാരക്ടറായി മാറണം. 10 ട്രേറ്റ്സ് ഒന്നും എടുക്കണ്ട, ഒരെണ്ണം എടുത്താൽ മതി. 1 ട്രേറ്റ് ഡീപ്ലി പ്രാക്ടീസ് ചെയ്യുക, ഡീപ്പർ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക. 1 ട്രേറ്റ്, ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഡീപ്പർ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക. ലെയർ 4 കോൺട്രിബ്യൂഷൻ ഇൻറ്റൻഷൻ. ആസ്ക്, ഹൗ വിൽ ഐ ബിക്കം എ സോഴ്സ് ഓഫ് ഈസ് ഫോർ അതേഴ്സ്? എന്നുവെച്ചാൽ റംസാൻ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഞാൻ എന്താണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തായി മാറും? ഞാൻ അവരുടെ ഒരു സോഴ്സായി, ഒരു നല്ല വാക്ക് പറയുന്ന ഒരാളായി മാറാം നമുക്ക്. ഒരു നന്നായി ഹൃദയമായി പുഞ്ചിരിക്കുന്ന ഒരാളായി മാറാം. ഒരു നന്ദി പറയുന്ന ഒരാളായി മാറാം നമുക്ക്.
മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടു കൂടി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന ഒരാളായി മാറാം. സന്തോഷത്തോടു കൂടി നന്മകൾ വരട്ടെ എന്ന് വേണ്ടി സമാധാനമായി സൈലന്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർ ഈ റംസാന് നിങ്ങൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും. എത്രമാത്രം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ അത് നിങ്ങൾ റൈസ് ചെയ്യൂ. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ക്യാൻ യു ഡു ദാറ്റ്? നോമ്പുകാരന്റെ പ്രാർത്ഥന വളരെയധികം സ്വീകരിക്കുന്ന പറയും. യെസ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം കൂട്ടുവോ പ്രാർത്ഥന, അത്രമേൽ നിങ്ങളുടെ ലൈഫ് മാറും. അത്രമേൽ ഇന്റൻഷൻ വച്ചിരിക്കണേ. Thank you so much. Thank you. So, then Ramzan multiplies reward through service. Ramzan multiplied reward through service. നമ്മുടെ റിവാർഡിനെല്ലാം പല മടങ്ങ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പല മടങ്ങ് റിവാർഡ് കിട്ടുന്ന ഒരു 10 മടങ്ങുന്നുണ്ടോ? അതെ, 10 മടങ്ങ്. 70 എന്ന് പറയുന്നുണ്ട്, 10 അല്ല മാം, 700 എന്ന് പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അത് മിസ്റ്റേക്ക് ചെയ്താലും 700 ടൈംസ് എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് അറിയില്ല. യെസ്, പലതരത്തിലും അത് പല ഇന്റർപ്രിട്ടേഷൻസ് ആർ സെവറൽ ഇന്റർപ്രിട്ടേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഇപ്പം കിതാബുകളിൽ പറയുന്നത് അതല്ലെങ്കിൽ നബി പിന്നീട് പറഞ്ഞു എന്ന് പറയുന്ന ഇന്റർപ്രിട്ടേഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് മൾട്ടിപ്പിൾ കിട്ടും നമുക്ക്, അതിലൊരു മാറ്റം. പക്ഷേ ഖുറാനിൽ എഴുതിയിട്ടില്ല ഇത്ര ടൈംസ് എന്നില്ല. അതെ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ഖുർആനിൽ എഴുതിയിട്ടില്ലെന്ന് വ്യക്തമായിട്ട് എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് രാജി ഇത് പറയുന്നതെന്ന് കേട്ടു. ഞാൻ വായിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ്ലി റീഡ് ചെയ്തോണ്ട് ഒരു വർഷം കംപ്ലീറ്റ്ലി റീഡ് ചെയ്തു. ഇപ്പോഴും 3 പേജസ് വീതം വായിക്കുന്നുണ്ട്. അതിലാണല്ലോ മാം ലൈഫ് കോച്ചായിട്ട് ഞാൻ എത്തപ്പെട്ടതും. ഓക്കെ, ഞാനിന്ന് നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എൻഡിൽ ആ ഇന്റൻഷൻ നമ്മൾ പറയും. ഇന്ന് നമ്മൾ ആ ഇന്റൻഷൻ നമ്മളത് പറയും. ഈ 30 ഡേയ്സ് നമ്മളുടെ ഉദ്ദേശം ഇതാണ്. ഈ രീതിയിൽ നമുക്ക് 30 ഡേയ്സ് ലീവ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ട് നമ്മളത് പറയും. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഇൻറ്റു സൈക്കോളജിക്കൽ ഇൻസൈറ്റ് കൂടെ നോക്കണം. നമ്മൾ ഒരു ഇന്റൻഷൻ ഡിക്ലെയർ ചെയ്യുമ്പം നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ എന്ത് മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് മോർ, റാസ് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യും. സബ് കോൺഷ്യസ് സ്റ്റാർട്ട്സ് ഫിൽട്ടറിങ് ബിഹേവിയർ അലൈൻഡ് വിത്ത് ഐഡന്റിറ്റി. ഞാൻ പീസ്ഫുൾ ആണ്, ഐ ആം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു അള്ളാഹ്, ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ഞാൻ ആ ഇമോഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നന്ദി പറയേണ്ട കാര്യങ്ങൾ എൻ്റെ മുന്നിൽ റെക്ടിക്കുലർ ആക്ടിവിറ്റിംഗ് സിസ്റ്റം കാണിച്ചു തരും. പറഞ്ഞോ, നന്ദി പറഞ്ഞോ, യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദിസ്, യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദിസ് കാണിച്ചു തരും. സബ് കോൺഷ്യസ് മൈൻഡ് ഫിൽട്ടർ ചെയ്യും. കാരണം നന്ദിയുള്ള ബിഹേവിയറുമായിട്ട് ഞാൻ അലൈൻഡ് ആകാൻ, എൻ്റെ ഐഡന്റിറ്റി അലൈൻഡ് ആകാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ഫാസ്റ്റിംഗ് ബിക്കം മീനിങ് ഫുൾ, നോട്ട് മെക്കാനിക്കൽ. നമ്മൾ ഇന്റൻഷൻ എടുക്കുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് മീനിങ് ഫുൾ ആയി മാറും. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് മെക്കാനിക്കലായി മാറും. വെറുതെ നോമ്പ് രാവിലെ എന്തെങ്കിലും കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അത് തന്നെ വൈകുന്നത് വരെ കാത്തിരിക്കുന്നു, ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു. ആ ഫുഡ് ഉണ്ടാക്കി കഴിക്കൽ ആണ് നമ്മുടെ ഫാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മാറും. ഒരു മെക്കാനിക്കൽ വേയിലേക്ക് അത് മാറും. പക്ഷെ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. റിച്വൽ ബിക്കം ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ റിച്വലും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. നിങ്ങൾ ഇന്റൻഷനോടുകൂടിയാണ് നമ്മൾ ഈ എടുക്കുന്ന ഇന്റൻഷനോടുകൂടിയാണ് 30 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യാൻ പോകണമെങ്കിൽ 100% ട്രസ്റ്റ് മീ, നിങ്ങളിലെ ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കും. നിങ്ങൾ ഇവോൾവ് ചെയ്തിരിക്കും. നിങ്ങളുടെ സ്പിരിച്വൽ എനർജി നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. അത് മാത്രം മതി. ആഫ്റ്റർ 30 ഡേയ്സ് യു വിൽ ബിക്കം എക്സ്പാൻഡ് ലൈക്ക് എനിത്തിങ്. അതെനിക്ക് 100% ഞാനിവിടെ പറയണം. നല്ല ഇന്റൻഷൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. വിത്തൗട്ട് ഇന്റൻഷൻ ഇറ്റ് ബിക്കം ഹങ്കർ. ഇന്റൻഷൻ ഇല്ലെങ്കിൽ വെറും വിശപ്പ് മാത്രമാണ്. വിത്ത് ഇന്റൻഷൻ ഇറ്റ് ബിക്കം എലിവേഷൻ. With intention, it become elevation. നമ്മൾ എലിവേറ്റ് ചെയ്യും. ഓരോ സ്റ്റെപ്സും നമ്മൾ എലിവേറ്റ് ചെയ്യും. ദെൻ നമുക്ക് ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ ഇന്റൻഷൻ ഞാൻ പറയുന്നുണ്ട്. ഓരോ ദിവസവും ഇന്റൻഷൻ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേയ്സ് വി ഹാവ്. നമ്മളിലേക്ക് വരുന്നത് ഫസ്റ്റ് പ്യുവർ നമ്മൾ ഇന്നത്തെ ഒരു ഇന്റൻഷൻ. ഇന്ന്
ഒരു ഇന്റൻഷൻ റീസെറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. വാട്ട് ഐ ആം ഫാസ്റ്റിംഗ്, വൈ ഐ ആം ഫാസ്റ്റിംഗ്, വൈ ആം ഐ ഫാസ്റ്റിംഗ്, ഞാൻ എന്തിനാണ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്, ആ ഒരു നിയത്താണ് ഇന്ന് നമുക്ക് കൊടുക്കുന്നത്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നാളെ റിട്ടേണിങ് ടു ഫിത്ര, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫിയറും ഈഗോയും ഒക്കെ ഇല്ലാതിരുന്നൊരു നമ്മളെ പ്യുവർ ഒരു ഈമാനുണ്ട്, ആ ഈമാനിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള നിയത്താണ് നാളെ ഞാൻ തരുന്നത്. അടുത്തത് കോൺഷ്യസ് ഗ്രാറ്റിറ്റ്യൂഡ്, ശുക്ർ, പടച്ചവന് വേണ്ടി, സൃഷ്ടാവിന് വേണ്ടി കോൺഷ്യസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള. ബർക്കത്ത് എക്സ്പാൻസ് വിത്ത് അവയർനെസ് എന്നാണ് പറയുന്നത്, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അതായിരിക്കും അടുത്ത ദിവസം തരുന്നത്. ദെൻ അവയർനെസ് ഓഫ് തോട്ട്സ്, വാട്ട് ആം ഐ ഫീലിംഗ് മൈ മൈൻഡ്. അങ്ങനെ 29 ദിവസവും ബാക്കിയുള്ള പ്രോഗ്രാമിനോടൊപ്പം, ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സിനോടൊപ്പം തന്നെ നിയത്ത്, ഓരോ ദിവസവും ഓരോ ഇന്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ദാറ്റ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ് എ ന്യൂ ബിഗിനിങ് ഇൻ യുവർ ലൈഫ്. ഓരോ ദിവസവും ഇപ്പം ആ രീതിയിൽ നിങ്ങൾ കോൺഷ്യസ് ആകാൻ തുടങ്ങും. നിങ്ങളുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങും. ഇപ്പോൾ നമുക്ക് ഡെയിലി വരുന്ന 2 മിനിറ്റ്സ് റിഫ്ലക്ഷൻ, ദെൻ നമ്മൾ എടുക്കുന്ന ഒരു ഏരിയ, ഒരു സീക്രട്ട് സ്റ്റെപ്സിൻ്റെ ഒരു ഏരിയ കുറച്ച് നേരം പറയുന്നുണ്ടാവും, സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ തരുന്നുണ്ടാവും, ജേർണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കടാ. മൈക്രോ പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, സോറി മാം, സജിനായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് സൈക്കോളജിയും കോൺഷ്യസ്നെസ്സും ഇസ്ലാമിക് സ്പിരിച്വാലിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള അതാണ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. ഹീലിംഗിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഹീലിംഗോ? സ്റ്റാർട്ടിങ് 5 മിനിറ്റ്സ് മുമ്പ് വരണം. അല്ല, അത് നമ്മുടെ സെഷനാണ്, ലൈഫ് കോച്ചിന്റെ ക്ലാസ്സിൽ. ഓക്കെ, എല്ലാം അവിടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, നോമ്പുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, തമാശക്ക് ചോദിച്ചാണ് കേട്ടോ. സാറിന് നോമ്പ് പിടിക്കുന്നവർ നമ്മുടെയൊക്കെ വീട്ടിൽ പറയും പരസ്പരം ബന്ധമില്ലാതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചപ്പോ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ. ഓക്കെ ഓക്കെ, നൈസ്. സോ ഇനി ഞാൻ ഇവിടെ പിന്നെ എങ്ങനെയാണ് നമ്മൾ നിയത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് അലൈൻമെന്റ് വരുന്നത്, എങ്ങനെയാണ് ഒരു ഇതിലേക്ക് നമ്മൾ എത്തുന്നത് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഇന്റൻഷൻ്റെ ഒന്നുകൂടി പറയണം. ഇന്റൻഷൻ ഗീവ്സ് ഡയറക്ഷൻ ടു ദ മൈൻഡ്. മനസ്സിന് എങ്ങോട്ട് പോകണമെന്ന് പ്രോപ്പർ ഗൈഡൻസ് ഇന്റൻഷനിലൂടെ ലഭിക്കും. നമ്മൾ ഇന്റൻഷൻ കൊടുത്താൽ കിട്ടും. ഇപ്പോൾ രാവിലെ നമ്മൾ ഇന്റൻഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദിവസം ഇങ്ങനെ തന്നെ പോകണമെന്ന് ഈ സബ് കോൺഷ്യസ് മൈൻഡും റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം, ബ്രെയിൻ, നമ്മുടെ മൈൻഡ്, ഇതെല്ലാം കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതാണ് ഇന്റൻഷൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇന്റൻഷൻ എടുക്കാതെയാണ് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ മൈൻഡ് റിയാക്ട് ചെയ്യും. നമ്മളെ ഇമോഷൻസ് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യും. ഇമോഷൻസ് കൺട്രോൾ ബിഹേവിയർ. ദേഷ്യം വന്നാൽ ദേഷ്യത്തിന്റെ സ്വഭാവമായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റം പറയുന്നതിനെ കുറിച്ച്, എനർജി ലീക്കേഴ്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മുടെ തോട്ട്സും ചിന്തകളും വേർഡ്സും നമ്മൾ സൂക്ഷിക്കണമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഹാബിറ്റ് റിപ്പീറ്റ് അൺകോൺഷ്യസ്ലി, ഇന്റൻഷൻ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മെനഞ്ഞാന്ന് ചെയ്ത അതേ ഹാബിറ്റ് നമുക്ക് ഇന്നും നാളെയൊക്കെ വരും. അതുകൊണ്ടാണ് ഇന്റൻഷൻ സെറ്റ് ചെയ്യേണ്ടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ അറ്റൻഷൻ ഫിൽട്ടർ, അതായത് ഡിഫറെൻ്റ് അറ്റൻഷൻ നമ്മളിലേക്ക് ഫിൽട്ടർ ചെയ്ത് വരും. കാരണം ഈ ഇന്റൻഷനിലാണ് നമ്മുടെ ഒരു ഡേ, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഇന്റൻഷനിൽ പോകുമ്പോൾ, ഈ 30 ദിവസവും നമ്മൾ ഇന്റൻഷനിൽ പോകുമ്പോൾ നമ്മൾ വളരെ ഫിൽട്ടർ ചെയ്തേ നമ്മുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ കയറ്റി വിടത്തുള്ളൂ. അതുപോലെ അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന ഹാബിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് കുറച്ച് നമുക്ക് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്റൻഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാസ് വർക്ക് ചെയ്യും, ഡിസിഷൻ അലൈൻഡ് ആയിരിക്കും. നമ്മളുടെ ഈ ഒരു പ്രോപ്പർ അലൈൻമെന്റ് ആണ് നമ്മൾ ഈ ജേർണിയിൽ ഉദ്ദേശിക്കുന്നത്. പ്യുവർ ഈമാനിലേക്ക് നമ്മൾ എത്തുക, ആ ഒരു പ്യുവർ സെൽഫ്, കോർ സെൽഫിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പിന്നെ സബ് കോൺഷ്യസ് നമ്മുടെ ഐഡന്റിറ്റിയും ഒക്കെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇന്റൻഷൻ തന്നെ ചെയ്യണം. അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു ഡിക്ലറേഷനാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്.
ഇങ്ങനെയാ ചിന്തിച്ച് ചില ആൾക്കാർ പറയില്ലേ, ഐ ഇന്റന്റ് ടു ബിക്കം പേഷ്യൻറ്റ്. ഞാൻ പേഷ്യൻ്റ് ആകാൻ ഞാൻ ഇന്റൻഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാറുണ്ട്. ആ സമയത്ത് ആ ഇന്റൻഷൻ എടുക്കുന്ന മൊമെന്റിലെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുന്നറിയാ, സ്കാൻ ചെയ്യാൻ തുടങ്ങും. എവിടെയാണ് ഇന്റൻഷൻ, അതായത് പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ. ഐ ഇന്റന്റ് ടു ബിക്കം പേഷ്യൻറ്റ്. എനിക്ക് പേഷ്യൻസ് ആയിട്ടിരിക്കാൻ എനിക്ക് എന്ത് സാഹചര്യങ്ങളാണെന്നുള്ളതെന്ന് നമ്മുടെ ഉപബോധ മനസ്സ് സെർച്ച് ചെയ്യാൻ തുടങ്ങും. നമുക്ക് വരുന്ന ട്രിഗേഴ്സ് റെഗുലേറ്റ് ചെയ്യും. ദേഷ്യം വന്നാൽ, സങ്കടം വന്നാൽ, എടുത്ത് ഓവർവീംഡ് റെഗുലേറ്റ് ചെയ്യും. നമ്മുടെ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട്സ് ടു ഗ്രോ. നമ്മൾ കാണുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റൻഷൻ നമ്മളെ ബ്രെയിനോട് പറയുന്നത് എന്താണെന്നറിയോ, ദിസ് ഈസ് ഹൂ ഐ ആം ബിക്കമിങ്. ഇതാണ് ഞാൻ ആകേണ്ടുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആങ്കറിലേക്ക് വരുന്ന സമയത്ത് നോ, അതല്ല ഞാൻ ആകേണ്ടത്, ദിസ് ഈസ് ഹൂ പേഷ്യൻസ് ആണ്, ദിസ് ഈസ് ഹൂ ഐ ആം ബിക്കമിങ്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. റിപ്പീറ്റഡ് ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഇമേജ് നന്നായിട്ട് റീവയർ ചെയ്യും. റിപ്പീറ്റഡ് സെൽഫ് ഇമേജ്. ഇനി ഇമോഷണൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കേൾക്കണോ അതോ ഇന്റൻഷനിലേക്ക് നേരിട്ട് പോകണോ? ഇമോഷണൽ ഇമ്പോർട്ടൻസ് കേൾക്കണം കേൾക്കണം മാം. കേൾക്കണം. അത് ഫ്ലോ തന്നെ വരട്ടെ. 45 മിനിറ്റ്സ് ആണ് നമുക്കുള്ളത്. ആ 45 മിനിറ്റ്സിന്റെ അകത്ത് ഇതെല്ലാം ചെയ്ത് തീർക്കണം. അപ്പൊ ഞാൻ മാമിന്റെ ഇന്റൻഷൻ ആയിരുന്നു അത് 45 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. യെസ്, എന്റെ ഇന്റൻഷൻ ആയിരുന്നു 45 മിനിറ്റ്സ്. കാരണം നോമ്പ് പിടിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. മാമിന്റെ ഹെൽത്ത് ഇമോഷനും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാൻ വളരെ ഹെൽത്തിയാണ്, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതെ അതെ. ഞാൻ വളരെ ഹെൽത്തിയാണ്, ഹെൽത്ത് പ്രശ്നമൊന്നുമില്ല. നേരത്തെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ റൈറ്റ് നൗ. താങ്ക് ഗോഡ്, അൽഹംദുലില്ലാ, വളരെ ഹെൽത്തിയാണ്. ഓക്കെ, മൈൻഡ് ആണല്ലോ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സൈക്കോസൊമാറ്റിക് ആണല്ലോ എല്ലാം. യെസ് കറക്റ്റ്. വലിയ വലിയ രോഗങ്ങൾ വരാനുള്ള, സൈക്കോസൊമാറ്റിക് ഡിസീസ് വരാനുള്ള എത്രമാത്രം അവസരങ്ങളെ ലൈഫിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ നോ പ്രോബ്ലം, ഐ എം ഓക്കെ വിത്ത് മൈ ഹെൽത്ത്. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. താങ്ക് ഗോഡ് വൺസ് അഗെയിൻ. സോ സബ് കോൺഷ്യസ് ആൻഡ് ഐഡന്റിറ്റി പവർ. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി, ആക്ച്വലി ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റി ഡിക്ലറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സെൽഫ് ഇമേജിനെ റീവയർ ചെയ്യാൻ, ഐഡന്റിറ്റീനെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കാൻ ഇന്റൻഷൻ സാധിക്കും. ഇന്റൻഷൻ പ്യൂരിഫൈ അവർ മോട്ടീവ്. നമ്മുടെ ലക്ഷ്യത്തെ ശുദ്ധീകരിക്കാൻ ഇന്റൻഷന് കഴിയും. ലക്ഷ്യം കുറച്ചുകൂടി ശുദ്ധീകരിക്കും. ഇന്റൻഷനോട് നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ അതിൽ നിന്ന് ആ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. പലരും അങ്ങനെയാണ്, ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ഇന്റൻഷനോടൊക്കെ ചെയ്യും, പക്ഷെ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു നല്ല കാര്യമൊക്കെ ഉണ്ടായി, പക്ഷെ എവിടെയോ സ്ലിപ്പായി പോകും. പക്ഷെ പ്യുവർ ഇന്റൻഷൻ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മോട്ടീവിനെ കൂടുതൽ പ്യൂരിഫൈ ചെയ്യും. വിത്തൗട്ട് ഇന്റൻഷൻ ഈഗോ ലീഡ് ചെയ്യും. ഇന്റൻഷൻ ഇല്ലെങ്കിൽ ഈഗോ ലീഡ് ചെയ്യും. കമ്പാരിസൺ കയറി വരും. നമ്മൾ ഷോയിങ് ഓഫ് ആയിരിക്കും. അത് നമ്മൾ ഇങ്ങനെ എന്താ പറയണ്ട, ഷോയിങ് ഓഫ് കാണിക്കാൻ തുടങ്ങും, ഷോപ്പ് കാണിക്കാൻ തുടങ്ങും, ഒരു ഷോപ്പ് പോലെ കാണിക്കാൻ തുടങ്ങും. ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കാൻ തുടങ്ങും. ഇന്റൻഷൻ ആണെങ്കിൽ ക്ഷീണം ഉണ്ടാകത്തില്ല. യു ആക്ട് വിത്ത് ക്ലാരിറ്റി വിത്ത് ഇന്റൻഷൻ. യു ഫീൽ ഇന്നർ പീസ് വിത്ത് ഇന്റൻഷൻ. യു സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ വിത്ത് ഇന്റൻഷൻ. നിങ്ങൾക്ക് ആരുടെയും വാലിഡേഷൻ വേണ്ട. കാരണം പ്യുവർ ഇന്റൻഷൻ ആണെങ്കിൽ നമ്മുടെ മോട്ടീവ് പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്റൻഷൻ പ്യൂരിഫൈ അവർ മോട്ടീവ്. ഞാൻ പേഴ്സണലി ഇന്റൻഷൻ എന്റെ ഒറ്റ കാര്യമുള്ളൂ, പ്ലഷർ ഓഫ് അല്ലാ, എന്ത് ചെയ്താലും. യെസ്, അപ്പൊ പിന്നെ അവിടെ വേറെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇന്റൻഷൻ പ്രൊട്ടക്ട് ദ ഹാർട്ട്. ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യണം. ഇന്റൻഷൻ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ്. ഇനി എനർജിയിൽ നമ്മൾ പറയാം, ഹയർ കോൺഷ്യസ്നസ് ആക്ഷൻസ് ആർ ഡ്രിവൺ ബൈ. ഹയർ കോൺഷ്യസ്നസ് ആക്ഷൻസ് വരുന്നത് ലവ്, സർവീസ്, സറണ്ടർ, ഗ്രോത്ത്. ഈ 4 ഇമോഷനിലാണ്. ഹയർ എനർജി, ഹയർ കോൺഷ്യസ്നസ് നമ്മളിൽ എത്താം. ഹയർ എനർജിയിലേക്ക് പോകണമെങ്കിൽ സ്നേഹത്തിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സറണ്ടർ, അബ്സല്യൂട്ട് സറണ്ടർ, അല്ലെങ്കിൽ
നമ്മൾ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വേണം. ഇതിൽ ഏതെങ്കിലും നമുക്കിപ്പോൾ അത്യാവശ്യം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഹയർ കോൺഷ്യസ് അല്ലെങ്കിൽ ഹയർ എനർജി ഇമോഷൻ നമുക്ക് ചൂസ് ചെയ്യാം. സെന്റൻസ് ഒന്നുകൂടെ ഒന്ന് പറയോ? ഹയർ കോൺഷ്യസ്നെസ് ആക്ഷൻസ് വരുന്നത് ലവ്, സർവീസ്, സറണ്ടർ ആൻഡ് ഗ്രോത്ത്. ഇനി നമുക്കറിയാം സെയിം ടൈമിൽ നമ്മൾ ലോ കോൺഷ്യസ്നെസ് ആക്ഷൻസ്, കാരണം താഴ്ന്ന ബോധത്തിലുള്ള ആക്ഷൻസ് വരുന്നത് ഫിയറിലും ഈഗോ, കൺട്രോൾ, വാലിഡേഷൻ, ഇതിലൊക്കെയാണ്. ഷെയിം, ഗിൽറ്റിലൊക്കെയാണ് താഴ്ന്ന ബോധതലം, താഴ്ന്ന തലത്തിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാർ. അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ്, അവരുടെ വികാരങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ വേ ഓഫ് ലൈഫ് വ്യത്യസ്തമാണ്, അവരുടെ പെർസെപ്ഷൻസ് വ്യത്യസ്തമാണ്. കാരണം വളരെ ചെറിയ ഒരു കോൺഷ്യസ് ബോധത്തിൽ നിന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവിടെ ഇന്നർ പവർ വളരെ 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 ഇല്ല എന്ന് തന്നെ പറയണം. അപ്പൊ ഫിയറും ഈഗോയും കൺട്രോളും വാലിഡേഷനും ഷെയിമും ഗിൽറ്റും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇന്റൻഷൻ ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ബിഹൈൻഡ് ദ ആക്ഷൻ. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എത്രത്തോളം കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ആ കാര്യത്തിനോട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റൻഷനാണ്. നോമ്പ് പിടിക്കുമ്പോൾ ഞാൻ 30 ദിവസം ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഇന്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യും. ഈ ബോധം ഓരോ സെക്കൻഡും ആ ഇന്റൻഷൻ നമ്മളെ ബോധത്തെ വലുതാക്കിക്കൊണ്ടേയിരിക്കും. സെയിം വർക്ക്, ഡിഫറെൻറ്റ് കോൺഷ്യസ്നെസ്, ഡിഫറെൻറ്റ് ഔട്ട്കം. ഒരു വീട്ടിലെ 2 പേര്, ഒരാൾ ഇന്റൻഷനിൽ പ്യുവർ ഇന്റൻഷനിൽ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നു, നോമ്പെടുക്കുന്നു, വേറെ ആൾ ചെയ്യുന്നില്ല. ഒരേ വർക്കായിരിക്കും, ഡിഫറെൻറ്റ് രണ്ടും 2 ബോധ തലത്തിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് ചെയ്യുന്ന ഒരാളുടെ കോൺഷ്യസ്നെസ് വേറെയാണ്, റിസൾട്ടും 2ആണ്. ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു GPS പോലെയാണ്. എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയണേ, നമുക്ക് ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വെഹിക്കിൾ, നമ്മളൊരു വെഹിക്കിളായിട്ട് കാണുക. ഇന്റൻഷൻ അതിൻ്റെ ഒരു GPS, ആക്ഷൻ ഒരു വെഹിക്കിളുമായിട്ട് കാണുക. ഈ GPS ഇല്ലാതെ എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ഈ വെഹിക്കിളിന് പോകാൻ പറ്റുക? അല്ലേ? ചിലപ്പോൾ അത് റോങ് ഡയറക്ഷനിൽ പോകില്ലേ, വണ്ടി ഓടുമായിരിക്കും, റോങ് ഡയറക്ഷനിൽ പോകും. ഫ്യൂൽ ഉണ്ടെങ്കിൽ വണ്ടി ഓടും, പക്ഷെ GPS ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് എങ്ങനെ ഓടിക്കണമെന്ന് നമ്മൾക്ക് അത് തീരുമാനിക്കാം. വിത്ത് GPS ഈവൻ സ്ലോ സ്റ്റെപ്സ് ആണെങ്കിലും റീച്ച് ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ. ചെറിയ സ്റ്റെപ്പായിരിക്കും, ചെറിയ സ്പീഡിലായിരിക്കും പോകുന്നത്, പക്ഷെ റൈറ്റ് ഡെസ്റ്റിനേഷനിലെത്തും വിത്ത് GPS. അപ്പം GPS-ഉം വെഹിക്കിളും എങ്ങനെയാണ് എന്നുള്ളത് പോലെയാണ് ഇന്റൻഷനും നമ്മുടെ ആക്ഷനും. ഇന്റൻഷൻ ഈസ് വെയർ ട്രാൻസ്ഫോർമേഷൻ ബിഗിൻസ്. മാറ്റം ഉണ്ടാകുന്നത് ഇന്റൻഷനിൽ നിന്ന് തൊട്ടാണ്, അതിനാൽ അവിടെ നിന്നാണ്. നമ്മളെ ബിഫോർ അവർ ബോഡി മൂവ്സ്, ബിഫോർ ദ ലിപ്സ് സ്പീക്ക്, ബിഫോർ ദ ഹാബിറ്റ് ചേഞ്ച്, ഇന്റൻഷൻ വർക്ക്. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പേ ഇന്റൻഷൻ വർക്ക് ചെയ്യും. സോ റൈറ്റ് നൗ നമ്മളൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആർ യു റെഡി? യെസ് മാം. യെസ്. ഓക്കെ. യെസ് മാം. ഓക്കെ, സ്വസ്ഥമായിട്ടിരിക്കുക. കയ്യിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫീൽ ലൈക്ക് എ മെഡിറ്റേഷൻ. കണ്ണടച്ചുകൊണ്ട് നമുക്കത് ചെയ്യാം. then you can be very close to your higher self. സ്വസ്ഥമായിട്ടിരിക്കുക, കണ്ണുകളടയ്ക്കുക. Intention. Sit comfortably, spine gently straight. Close your eyes. Take a slow breathe in and breathe out slowly. Breathe in and breathe out. Breathe in and breathe out. Once again, take a deep breath in and breathe out.
സൈലന്റ്ലി റിമൈൻഡ് യുവർ സെൽഫ്. സ്വസ്ഥമായി മനസ്സിൽ ഇത് പറയാം. The higher self, Allah, is closer to me. Allah is the God, the universe, the power is closer to me. You are not alone in this moment. You are seen. You are known. You are understood. ആ ഒരു ബോധത്തോടുകൂടി ഇരിക്കുക. Now gently ask yourself, നിങ്ങളോട് തന്നെ ചോദിക്കൂ, എന്താണ് നിങ്ങൾ ക്യാരി ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ റംസാനിൽ നിങ്ങൾക്ക് കൊണ്ട് നടക്കേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഉപേക്ഷിക്കണം. എന്തെങ്കിലും ഫിയർ, ഷെയിം, കമ്പാരിസൺ, ഗിൽറ്റ്, ആങ്കർ, റീസെൻമെന്റ്, മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചത്, നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചത്, നടന്നുപോയ സംഭവങ്ങളോർത്ത് പശ്ചാത്തപിക്കുന്നത്, വേദനിക്കുന്നത്, ദേഷ്യമുള്ളിൽ സൂക്ഷിക്കുന്നത്, അമർഷമുള്ളിൽ സൂക്ഷിക്കുന്നത്, എല്ലാം നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കണം. വാട്ട് ആം ഐ ക്യാരിയിങ് ദാറ്റ് ഐ നോ ലോങ്ങർ വാണ്ട് ടു ക്യാരി ഇൻ ടു ദിസ് റംസാൻ? ഈ പ്യുവർ പവിത്രമായ യാത്രയിലേക്ക് പോകുമ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. നമ്മളെ സെർവ് ചെയ്യാത്തതെല്ലാം നമുക്കിവിടെ ഉപേക്ഷിക്കാം. See it gently in your mind. Do not judge it. Just observe it. Good. Take a deep breath. And say silently, Ya Allah, Ya God, I release what no longer serves me, my heart. എന്നെ മുന്നോട്ട് നയിക്കാത്ത ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, എല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. Exhale slowly. Imagine the burden leaving your chest and shoulder will be very light. ഷോൾഡറിൽ നിന്നും ഹൃദയത്തിൽ നിന്നും എന്തോ ഭാരം ഇറങ്ങിപ്പോയതുപോലെ അനുഭവിക്കാം. Now ask, who am I becoming in Ramzan? A calmer version or a soft heart person or a disciplined soul? ഒരു ട്രസ്റ്റിംഗ് സർവൻറ്റ് ആരായിരിക്കണം? പേഷ്യൻസ് ആണോ, ട്രസ്റ്റ് ആണോ, ഗ്രാറ്റിറ്റ്യൂഡ് ആണോ, മേഴ്സി ആണോ, സ്ട്രെങ്ത് ആണോ? ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? എങ്ങനെ, ഏതുള്ള വ്യക്തിയായി മാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഹോൾഡ് ദാറ്റ് വേർഡ് ഇൻസൈഡ് യുവർ ഹാർട്ട്. ആ എന്താണോ അത് നിങ്ങളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുക. Now, silently setting our niyat, intention. Ya Allah, oh God. Repeat after me silently. Ya Allah, or oh God, this Ramzan, I intend to purify my heart. ഈ റംസാൻ 30 ദിവസവും എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കുവാൻ ഞാൻ ഇൻറ്റൻഷൻ എടുക്കുന്നു. ഡിസിപ്ലിൻ മൈ ഈഗോ, എൻ്റെ ഈഗോയെ ഡിസിപ്ലിൻ ആക്കുന്നതിന്, അല്ലെങ്കിൽ ഈഗോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ജീവിക്കുന്നത് ഞാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഡ്രോ ക്ലോസർ ടു യു, നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ ഞാൻ നിയത്ത് ചെയ്യുന്നു. ഈ 30 ദിവസവും ഏറ്റവും മനോഹരമായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നു. ലെറ്റ് മൈ ഫാസ്റ്റിംഗ് ബി മോർ ദാൻ ഹങ്കർ. ലെറ്റ് ഇറ്റ് ബി ട്രാൻസ്ഫോർമേഷൻ. ഫീൽ സിൻസിയർലി. ഓർക്കുക, Allah does not change the condition of a people until they change what is within themselves. ഒരാളുടെ ഹൃദയത്തിനുള്ളിൽ എന്താണോ, അല്ലെങ്കിൽ ഒരാൾ ബോധപൂർവം സ്വയം മാറാൻ ശ്രമിച്ചാലല്ലാതെ അള്ളാഹു ആരെയും
ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ വി ആർ റെഡി ടു ചേഞ്ച്. ദിസ് മന്ത് ഈസ് യുവർ ഇന്നർ ചേഞ്ച്. ദിസ് മന്ത് ഈസ് യുവർ ഇന്നർ ചേഞ്ച്. ആൻഡ് Allah sees your intention before He sees your action. നിങ്ങളുടെ ഇന്റൻഷൻ, നിങ്ങൾ പ്യുവർ ട്രാൻസ്ഫർമേഷനിലേക്ക്, ശുദ്ധമായ ഹൃദയവും ഡിസിപ്ലിൻഡ് ഈഗോയും ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 100% സറണ്ടറിലും നിങ്ങൾ ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് ദൈവം അറിയുന്നു, മനസ്സിലാക്കുന്നു. Allah sees your intention before your action. Now imagine the last day of our program. You feel lighter, clearer, very closer to God, Allah. See yourself calm in a difficult moment, even in a difficult moment. See yourself speaking gently, വളരെ ഉദാരതയോടുകൂടി സൗമ്യമായി സംസാരിക്കുന്നത് നിങ്ങൾ കാണുക. Praying with the presence. See yourself praying with the presence. 100% presence of mind പ്രേ ചെയ്യുന്നത് കാണുക. ഏറ്റവും ഹൃദയശുദ്ധിയോടുകൂടി, വലിയ എക്സ്പാൻഡ് ചെയ്ത കോൺഷ്യസ്നെസ്സോടുകൂടി, ഇന്നർ വിൽ പവറോടുകൂടി ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി മാറി ഈ റംസാൻ പൂർത്തീകരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. Now, place your both hands on your heart. Ya Allah, oh God, purify my intention. Remove Riya, showing off. Remove my ego. Make this month more sincere. Let me leave Ramzan better than I entered it. ഈ റംസാനിൽ ഞാൻ പ്രവേശിച്ചതിനേക്കാൾ 100 മടങ്ങ് മാറിയ പുതിയൊരാളായി, പ്യൂരിഫൈഡ് ഹാർട്ടായിട്ട്, ഈഗോ ഇല്ലാത്ത, എക്സ്പാൻഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഉള്ള 100% ട്രാൻസ്ഫോം ആയ ഒരു വ്യക്തിയായി എന്നെ മാറ്റണമേ. എൻ്റെ ഇൻറ്റൻഷൻ പ്യൂരിഫൈ ചെയ്ത് തരണമേ. ടേക്ക് ഓൺ ഫൈനൽ ഡീപ് ബ്രെത്ത്. Slowly, as and when you're ready, slowly open your eyes. Thank you so much. Thank you so much. Any questions? No questions. Thank you, ma'am. Thank you so much. ആ ഇന്റൻഷൻ സെറ്റ് ചെയ്തത് ഫീൽ ചെയ്തായിരുന്നോ? Yes. അത് ഫീൽ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഫീൽ ചെയ്തിരുന്നു. ഓക്കെ. സോ ആ ഫീലിങ്ങിലോടുകൂടിയാണ് നമ്മൾ നാളെ മുതൽ ക്ലാസ്സുകളിലേക്ക് കയറുന്നത്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ നിയത്ത് വെച്ചു. ഇപ്പോൾ 30 days നമ്മളൊരു പുതിയ വ്യക്തിയെ മാറുകയാണ്. ഇവിടെ ഇനി നമ്മൾ ഫൊർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും അതുപോലെ സൈലൻസും പ്രെയറും ഒക്കെ ഏറ്റവും ഡീപ്പർ ലെവലിൽ നമ്മൾ ചെയ്യാൻ പോകണം. ആ ചെയ്യുന്നത് ഈ ഇൻറ്റൻഷനിൽ നിന്നുള്ള ഓരോ ദിവസവും ഈ ഇൻറ്റൻഷൻ നിങ്ങൾ റിന്യൂ ചെയ്യണം. ആൻഡ് ഐ വിൽ ഗിവ് യു എ ഡെയിലി ഇൻറ്റൻഷൻ. എവറി ഡേ ഐ വിൽ ഗിവ് യു എ ഡെയിലി ഇൻറ്റൻഷൻ അതർ ദാൻ ദിസ്. ഓക്കെ. പ്രേയറിന് മാത്രം Okay. സെഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? എങ്ങനെ ദുആ എങ്ങനെ വേണമെന്നതിനെ പറ്റി ഒരു സെഷൻ ഉണ്ടാവും. പ്രാർത്ഥിക്കുന്ന എങ്ങനെയെന്ന് പറയും. ദുആ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമുർ റാഹിമീൻ. എല്ലാ ആദ്യത്തെ 10 നമുക്കത് എപ്പോഴും പറയാൻ പറ്റുന്ന ദുആണ്. ബാക്കിയുള്ള ദുആകൾ അതെ. നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഖുർആൻ ഓതാൻ പറ്റുന്നവർക്ക് മാക്സിമം ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ മീനിങ് അറിഞ്ഞൂടെങ്കിൽ പോലും നമ്മുടെ ഫുൾ പ്രസൻസും കോൺസെൻട്രേഷനും പോയിന്റ് ചെയ്യണം. വിരല് പോയിന്റ് ചെയ്യണേ കുറച്ചുകൂടെ നമ്മൾ ആ പ്രസൻസിലേക്ക് നിൽക്കും. ആ ഒരു ഡെഡിക്കേഷൻ, ആ തഖ്വ, ആ ഒരു ഫീൽ ഓഫ് സറണ്ടർ, ഇതെല്ലാം ഖുർആൻ ഓതുന്ന സമയത്തും വേണം.
അത് മസ്റ്റാണ് ഖുർആൻ ഓതൽ. ദിക്ർ ഏറ്റവും കൂടുതൽ ചെയ്യുക. ഹസ്ബനല്ലാഹു വനഅമൽ വക്കീൽ, ഹസ്ബനല്ലാഹു വനഅമൽ നഈം, ഹസ്ബനല്ലാഹു വനഅമൽ വക്കീൽ. നല്ലൊരു ഇതാണ്. ദെൻ പിന്നെ ഹോപ്പണോപ്പണോ അല്ലാത്തവർക്ക് ഹോപ്പണോപ്പണോ പറയാം. അത് അബ്സല്യൂട്ട്ലി നമ്മളും യൂണിവേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഏറ്റവും സറണ്ടർ ആകാൻ വേണ്ടി പറയണം. ഐ എം സോറി വാട്ട് ഐ ഡിഡ് ഇൻ മൈ ലൈഫ്. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ദൈവത്തിനോടാണ് നമ്മൾ പറയുന്നത്. ഐ ലവ് യു. എനിക്ക് ഏറ്റവും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ദൈവമാണ് എൻ്റെ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത് വേണ്ടത്. ബാക്കിയുള്ളതെല്ലാം എനിക്കും ദൈവത്തിനും ഇടയിൽ ഒന്നും ഒരു സ്പേസും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് അത്രയും ആഴത്തിൽ ഞാൻ സ്നേഹിക്കുന്നു. ഐ ലവ് യു ആൻഡ് ഐ താങ്ക് യു ഫോർ എവറിത്തിങ്. ഇത് ഹോപ്പണോപ്പണോ ബാക്കിയുള്ളവർക്ക് പറയാം. ഖുർആൻ അറിയാവുന്നവർക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം, അത് പറയാം. ദെൻ ഞാൻ നോർമലി പറയുന്ന കുറച്ച് ദുആകളുണ്ട്. അത് ഇപ്പം വേണമെന്ന് ഉണ്ടെങ്കിൽ നാളെ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, സോ Okay. താങ്ക് യു സോ മച്ച്. എനി അതർ ക്വസ്റ്റ്യൻസ്? ഒരു ക്വസ്റ്റ്യൻ ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്താമോ? നമ്മളൊരു ഞാൻ ഡാലിയ. ആര്? ഞാൻ പരിചയപ്പെടുത്തണോ? ഡാലി. വേണ്ട, നിങ്ങളെ പരിചയപ്പെടുത്തണ്ട. എനിക്കറിയാത്തവര്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിലൂടെ വരുന്നവര്, ക്യാമറ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് പറയാമോ? എന്ത് ചെയ്യുന്നു എന്ന് പറയാമോ? അനു അബ്ദുൽ സലീം. എൻ്റെ പേര് അനു അബ്ദുൽ സലീം. ഞാൻ അടുക്കളയിലാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത്. കുഴപ്പമില്ല. എനിക്കറിയാം 4 മണി എന്ന് പറയുന്ന കുക്കിങ്ങിന്റെ ടൈമാണ്. അല്ല, അപ്പൊ ഞാൻ യു കെയിലാണുള്ളത്. യുകെയിലാണ്. യുകെയിലാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എത്ര സമയമായി? ഏത് ടൈം? 11:20 AM. 11:20. വർക്കിലാണോ അനു? ഞാൻ ജോബിലാണോ? ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഓക്കെ. ഞാൻ 1 month സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ജോബിൽ പറഞ്ഞിട്ട് 1 month ലീവ് എടുത്തിരിക്കുകയാണ്. So dedicated person. How much dedicated you are. I love that. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു 1 month ഇതിനു വേണ്ടി ഇരിക്കാൻ. You are the right person to join here. Yeah, Welcome. so Sourabi ma'am is my closest person. So Oh. she sent me the link actually. So I was not able to join yesterday. But I'm really grateful to God that I've met so many nice people here. Really, really good. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ എന്നെ കുറെ കളിയാക്കി. ആരെങ്കിലും ഉണ്ടാവുക ലോകത്ത്, എല്ലാവരും ജോലി ചെയ്യും, ഒരു മാസം ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യാണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ഞാനും ഗോഡും തമ്മിലുള്ള കണക്ഷനാണ്. ഐ ഡോണ്ട് വാണ്ട് എനി വൺ ടു ഇന്റർഫിയർ ഇൻ ദിസ്, ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ക്യാൻ അക്കോമഡേറ്റ് മീ ആൻഡ് മൈ ചിൽഡ്രൻ ആസ് വെൽ. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ആസ് വെൽ. സോ വെരി വെരി ഗ്രാറ്റിറ്റ്യൂഡിലാണ്. വെരി ഗുഡ് ഇന്റൻഷൻ അനു. ദിസ് മന്ത്, ഈ ഒരു മാസം അതിനു വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഓസം. ഐ ലവ് ദാറ്റ്. Thank you very much. Thank you for joining here and share your thoughts. And ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്, that motivate me a lot. Yeah, I think when I was going through that meditation as well, ഷബീർ സാർ പറഞ്ഞ പോലെ തന്നെ ആ ഇന്റൻഷൻ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. ബിക്കോസ് ഞാൻ എൻ്റെ ജോലിയിൽ ഇമെയിലിൽ കൊടുത്തിരുന്നത് ഐ എം ഗോയിങ് ടു ഗോ ഫോർ എ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ഐ വിൽ കീപ് ഓൾ ഓഫ് യു ഇൻ മൈ പ്രേയേഴ്സ് ആസ് വെൽ. എല്ലാം നോൺ മുസ്ലിംസ് ആണ്, ആരും മുസ്ലിംസ് ഇല്ല. അപ്പോൾ അവർ അത്രയും ഹോൾ ഹാർട്ടഡ്ലി ദേ സെഡ് they will miss me at work, but still it's for a good cause, so please take your time and come back soon എന്നാണ് പറഞ്ഞത് അവർ. Very nice. So superb. അനുവിനോട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഹലോ. അനു 30 days ഇതിനായിട്ടിരിക്കുകയാണല്ലോ. അപ്പം അനു ചെയ്യുന്ന ഒരു ദുആയിലും മാം ഫാമിലിക്കും ഉറപ്പായിട്ടും ഒരു ഓതല് കറക്റ്റായിട്ടും കൊടുക്കണം കേട്ടോ. മാമിന്റെ സ്ട്രെങ്ത് എല്ലാത്തിനും തീർച്ചയായിട്ടും അത് സബീർ സാറും ഖുർആൻ ഓതുന്നവര് അത് ആ ഒരു ഇന്റൻഷനിലൂടെ ഇത് ആക്ച്വലി ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കിട്ടും. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആളുകളാണ്. പറയുന്നത് മാക്സിമം പേർക്ക് വേണ്ടി നിങ്ങൾ പ്രേ ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു മാം, ഞാൻ കുറച്ച് ലേറ്റ് ആയി ജോയിൻ ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് കോൺട്രിബ്യൂഷൻ ഇന്റൻഷനിൽ മാം പറഞ്ഞു പ്രേയർ ഫോർ അതേഴ്സ്. And without people knowing when we pray for them, I think that's the biggest takeaway. Without even them knowing.
യാ, എസ്പെഷ്യലി ദിസ് മന്ത് അത് നിങ്ങൾ ബ്ലെസ് ചെയ്യുക, മറ്റുള്ളവരെ നല്ല അതെ. വാക്കുകൾ പറയുക. അതാണ് ആക്ച്വലി പ്യുവർ സർവീസ് എന്ന് പറയുന്നത്. അങ്ങനെ സർവീസ് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. കഴിയട്ടെ. സോ മച്ച്. അപ്പൊ നമുക്ക് താങ്ക് യു നാളെ മാം, താങ്ക് യു സോ മച്ച്. Thank you very much, Dr. Vicky ma'am. Thank you very താങ്ക് much. യു. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. അസ്സലാമു Thank you, അലൈക്കും. ma'am. താങ്ക് യു സോ മച്ച്. വാലൈക്കും അസ്സലാമു അസ്സലാം. അലൈക്കും. അസ്സലാം. താങ്ക് യു മാം. Thank you.